വിശുദ്ധ വാരത്തിലെ മൂന്നാമത്തെ ദിവസമാണ്. ഇല്ലായ്മയിൽ കൊടുക്കുന്നവരായിത്തീരുക. എങ്ങനെയാണ് ഇല്ലായ്മയിൽ കൊടുക്കുന്നത്? യേശു കർത്താവ് അതിന് മനോഹരമായൊരു സംഭവം പറയുന്നുണ്ട്. കർത്താവ് ദേവാലയത്തിൽ ശ്രീഭണ്ഡാരത്തിനടുക്കൽ ഇരിക്കുകയാണ്. അനേകം പേർ അവിടെ വന്ന് കാഴ്ചകൾ അർപ്പിക്കുന്നുണ്ട്. യഹൂദന്മാർ ദശാംശം കൊടുക്കുന്നവരാണ്. കർത്താവ് തന്നെ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്ന കാഴ്ചകൾ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ അതൊരു പ്രയോജനവും ഇല്ലാത്തതാണ് എന്ന്. ഈ ശ്രീഭണ്ഡാരത്തിനടുക്കൽ ഇരിക്കുമ്പോൾ കർത്താവ് ഒരു സ്ത്രീയെ കാണുകയാണ്. അവിടെ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: അവൾ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും എല്ലാം കൊടുത്തു. അവളുടെ ഉപജീവനം മുഴുവനുമായി കൊടുത്തു. കൊടുക്കുന്ന ഒരു മനോഭാവം എന്നത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. കൊടുക്കുമ്പോഴാണ് ലഭ്യമാകുന്നത്. ഒരു കിണർ, അതിലെ വെള്ളം നാം ഉപയോഗിച്ചാൽ മാത്രമേ വീണ്ടും ആ ഉറവ തുറന്ന് കൂടുതൽ ജലം ആ കിണറിൽ ഉണ്ടാകുകയുള്ളൂ. കിണർ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിലുള്ള ജലം ഒരു നിശ്ചിത അളവിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. കൊടുക്കുമ്പോഴാണ് ലഭ്യമായി തീരുന്നത്. ഈ സ്ത്രീയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇല്ലായ്മയിൽ കൊടുക്കുവാനാണ്. ഇതൊരു ക്രിസ്തീയ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇല്ലായ്മയിൽ കൊടുക്കുമ്പോഴാണ് ധാരാളമായി ലഭ്യമാകുന്നത്. ഗോഡ് ലവ്സ് ദ ചിയർഫുൾ ഗിവിങ്. ദൈവം ഇല്ലായ്മയിൽ കൊടുക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, തൻ്റെ ദാരിദ്ര്യ നിമിത്തം നാം സമ്പന്നരായി തീരേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഇല്ലാത്തവനായി വന്നവൻ നമ്മോട് പറയുകയാണ്, ഇല്ലായ്മയിൽ കൊടുക്കുവാൻ ശീലിക്കുന്നവരായി തീരുക. ഈ ദിനത്തിൽ നമ്മുടെ ഇല്ലായ്മകളിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഉള്ളൊരു മനോഭാവം നമുക്ക് തുടങ്ങാം. നോമ്പ് അതാണല്ലോ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. വർജിക്കിൽ നിന്നും മറ്റുള്ളവർക്ക് കൊടുക്കുവാനാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ സന്തോഷം നമുക്കുണ്ടാകുന്നത്. ആ സന്തോഷം ഈ നോമ്പിൻ്റെ ദിനത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ.